പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും സന്ദർശകർക്ക് പ്രവേശനം ലഭിക്കാൻ ഒരുപാട് നടപടിക്രമങ്ങളും സുരക്ഷാ പരിശോധനകളൊക്കെ ഉണ്ട്. എംപിയുടെ ഒപ്പുള്ള പാസ് വേണം, അതേപോലെ 3 സ്ഥലത്ത് പരിശോധന. എന്നിട്ടും ലോക്സഭയുടെ അകത്ത് കയറി സന്ദർശകർ ആക്രമണം നടത്തിയത് വലിയൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. പാർലമെന്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എംപിയുടെ ശുപാർശയിലാണ് പാസ് ലഭിക്കുക. ഒരു എംപിക്ക് 2 പേരാണ് ശുപാർശ ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ അതിൽ കൂടുതൽ ആളുകളെ ചെയ്യാറുണ്ട്. അപേക്ഷാ ഫോമിലെ സന്ദർശകരുടെ പേര് വിവരങ്ങൾക്കൊപ്പം തിരിച്ചറിയൽ കാർഡിന്റെ ഒരു പകർപ്പ് സഹിതം പാർലമെന്റിലെ സെൻട്രൽ പാസ് ഇഷ്യൂയിങ് സെന്ററിൽ തലേദിവസം തന്നെ കൊടുക്കണം. അവിടെ വെച്ച് അപേക്ഷാ ഫോമിലെ എംപിയുടെ ഒപ്പം തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറും എല്ലാം ഉദ്യോഗസ്ഥർ ഒത്തുനോക്കും. അതിനുശേഷം സിറ്റിംഗ് എംപി തന്നെയാണ് ഒപ്പിട്ടിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പാസ് കൊടുക്കുന്നത്. പാസിലെ ഈ സന്ദർശക പാസിലെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇവർ പാർലമെന്റ് റിസപ്ഷനിലെത്തേണ്ടത്. പുതിയ പാർലമെന്റിലേക്ക് പോകുന്നത് പഴയ പാർലമെന്റ് റിസപ്ഷൻ വഴിയാണ്. അവിടെ വെച്ചിട്ടായിരിക്കും ആദ്യത്തെ ദേഹപരിശോധന. അവിടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടുള്ള ആദ്യത്തെ ദേഹപരിശോധനയ്ക്ക് ശേഷമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് രണ്ടാമത്തെ ദേഹപരിശോധന. അതിനുശേഷം സഭാ ഗാലറിന്റെ സമീപത്തേക്ക് പോകും. അവിടെ ഈ മൊബൈൽ ഫോൺ ഒഴികെയുള്ള, അതായത് പൈസ, സ്മാർട്ട് വാച്ച്, പേഴ്സ്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം മൂന്നാമത്തെ ദേഹപരിശോധനയും കഴിഞ്ഞിട്ടാണ് ഗാലറിയിലേക്ക് പോവുക. ഇത്രയൊക്കെ പരിശോധന ഉണ്ടായിട്ടും ഈ ഗ്യാസ് കാനിസ്റ്റർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ. ലോഹവസ്തുക്കൾ മാത്രമേ സുരക്ഷാ പരിശോധന നടത്തുന്നവരുടെ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കണ്ടെത്താനാകും. പാർലമെന്റിന്റെ പലയിടങ്ങളിലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഡോർ ഫ്രെയിം മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു വേണം അകത്ത് കടക്കാൻ. അപ്പൊ ദേഹപരിശോധന നടത്തുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മെറ്റൽ ഡിറ്റക്ടറിൽ പോലും ഈ ഗ്യാസ് കാനിസ്റ്റർ കണ്ടെത്താനായിട്ടില്ല. അതിനുള്ള കാരണമായിട്ട് അവർ പറയുന്നത് ലോഹവസ്തുക്കൾ ഈ ഗ്യാസ് കാനിസ്റ്ററിൽ അടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ലോഹാംശങ്ങളൊന്നും തന്നെ അടങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് കണ്ടെത്താൻ കഴിയാത്തത് എന്നാണ്. ഗാലറിയിൽ ഇരിക്കുന്നവരൊന്ന് അനങ്ങിയാൽ പോലും തടയണമെന്നാണ് വ്യവസ്ഥ. എന്നിട്ടും 2 പേരെ എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് തടസ്സമായി വെച്ചിരിക്കുന്ന കമ്പികളിൽ തൂങ്ങിക്കിടന്നാണ് താഴേക്ക് ചാടിയത്. എന്നിട്ടും പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് സഭയിലെ സീറ്റിന്റെ മുകളിലൂടെ പ്രതികൾ ചാടി ഓടിയപ്പോഴും എംപിമാരാണ് പ്രതികളെ കീഴ്പ്പെടുത്തിയത്, അല്ലാതെ സുരക്ഷാ ഉദ്യോഗസ്ഥരല്ല. സഭാ ഗാലറിയിൽ സന്ദർശകരുടെ ഇരുവശത്തുമായി സാധാരണ വേഷങ്ങളിൽ പോലീസുകാർ ഉണ്ടാവേണ്ടതാണെന്നാണ് ലോക്സഭയുടെ മുൻ സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത്. സന്ദർശകരൊന്ന് എഴുന്നേൽക്കുന്ന പോയിട്ട് അവരൊന്ന് അനങ്ങിയാൽ പോലും പോലീസ് ഉടനടി നടപടിയെടുക്കണം. അവരൊന്ന് കൈപൊക്കുവോ അനങ്ങുവോ അല്ലെങ്കിൽ എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുന്നവരെ ഉടനടി പുറത്താക്കണം. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നിരിക്കെ ലോക്സഭാ ഗാലറിയിൽ ഇരുന്നവർ നടത്തിയ അതിക്രമം എന്തുകൊണ്ട് തടയാനായില്ല എന്നതാണ് ചോദ്യം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. പുതിയ പാർലമെന്റ് മന്ദിരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഗാലറികൾക്ക് ഉയരക്കൂടുതലുണ്ട്. അപ്പോൾ അവിടുന്ന് വീണ തീർച്ചയായും ക്ഷതം സംഭവിക്കും. അപ്പോൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകളുടെ സൂചനയാണ് ഈ ഗാലറിയുടെ ഉയരക്കുറവെന്നാണ് പ്രതിപക്ഷ എംപിമാർ ഇത് സംബന്ധിച്ച് ആരോപിച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള സുരക്ഷയുടെയും വീഴ്ചയുടെ ഒക്കെ കാര്യം പറയുമ്പോഴാണ് 2001 AB വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പാർലമെന്റിന് നേരെ ആക്രമണം ഉണ്ടായത്. പിന്നീട് 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗിന്റെ കാലത്തും ഈ സുരക്ഷാ നടപടികളൊക്കെ തുടർന്നിരുന്നു. പിന്നീട് 2014 ഫെബ്രുവരിയിൽ തെലങ്കാന രൂപവത്കരണ ബില്ലിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ആന്ധ്രയിൽ നിന്നുള്ള കോൺഗ്രസ് MP L രാജഗോപാൽ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ചിരുന്നു. 2001 മുൻപ് അകത്തേക്ക് കടക്കാൻ അധികം പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. എംപിയുടെ ശുപാർശക്കത്തിന് പിന്നാലെ അധികം പരിശോധനകളൊന്നും ഇല്ലാതെ പാസ് ലഭിക്കും. പിന്നെ വാഹന പരിശോധനയും അത്ര കഠിനമൊന്നും ആയിരുന്നില്ല. 2001 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വ്യാജ സ്റ്റിക്കർ പതിപ്പിച്ച വണ്ടിയിലാണ് ഭീകരർ ഗേറ്റിനകത്തേക്ക് കടന്നത്. ഈ 2001 ഡിസംബർ 13 ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകരർക്ക് പക്ഷെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വാച്ച് ആൻഡ് വാർഡിന്റെ സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് സംശയം തോന്നിയതുകൊണ്ട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. നിർത്തിയ കാർ പിന്നോട്ടെടുത്തപ്പം ഉപരാഷ്ട്രപതി കിഷാൻ കാന്തിന്റെ വാഹനത്തിലിടിച്ചു. ഉടനെ തന്നെ ഭീകരർ പുറത്തേക്കിറങ്ങി തുടരെ വെടിയുതിർത്തു. ഇതിന്റെ നിയമ നടപടികൾ 2013 അവസാനിക്കുന്നത്. 2013 ഫെബ്രുവരി 9 ഇതിന്റെ മുഖ്യ ആസൂത്രകനായിട്ടുണ്ടായിരുന്ന അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുകയായിരുന്നു ഉണ്ടായത്. പാർലമെന്റിന്റെ അടിത്തറ ഇളക്കുമെന്ന് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപത്വന്ത് സിംഗ് പന്നൂൻ ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ഇന്നലത്തെ സംഭവം നടന്നത്. ഇന്ത്യൻ ഏജൻസി US-ൽ വെച്ച് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നും അതിന് പ്രതികാരമായി ഡിസംബർ 13 മുമ്പ് പാർലമെന്റ് ആക്രമണം നടത്തുമെന്നും പന്നൂൻ ഇതിനു മുന്നേ വീഡിയോയിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പാർലമെന്റിൽ അതിക്രമം നടത്തിയവര് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ അടുപ്പം വെച്ച് പുലർത്തിയവരായിരുന്നെന്നും ഒരേ സമാന ആശയങ്ങൾ പിന്തുടരുന്നവരായിരുന്നു എന്നുമാണ് പറയുന്നത്. ഏകാധിപത്യത്തിനെതിരെയാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത്. പിന്നീട് പ്രതിഷേധത്തിന്റെ കാരണം തൊഴിലില്ലായ്മയാണെന്നും പറഞ്ഞു. എന്തായാലും സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നതിലാണ് ഈ പ്രതിഷേധ തീരുമാനം ഉണ്ടായത് എന്നാണ് അവർ നൽകുന്ന സൂചന. ഏകദേശം 1.5 വർഷത്തിന്റെ പ്ലാനിംഗ് ആണിതെന്നും 6 പേരാണ് ഗൂഢാലോചനയിൽ ഉണ്ടായതെന്നും 2 പേർക്ക് മാത്രമാണ് അകത്തേക്ക് കയറാനുള്ള പാസ് ലഭിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ആസൂത്രണം എങ്ങനെയായിരുന്നു എന്നൊക്കെ കൃത്യമായ വിശദമായ അന്വേഷണം ഉണ്ടാകണം. ഇത്ര നിസ്സാരമായ ആർക്കും അതിക്രമം കാട്ടാൻ കഴിയുന്ന തരത്തിലേക്ക് സുരക്ഷയിൽ വിട്ടുവീഴ്ച ഉണ്ടാകുന്നുണ്ട് എന്നത് ഭീകരർക്കൊരു പ്രചോദനമായി മാറിക്കൂടാ. ഇവിടെ ഇവർ ഉപയോഗിച്ചത് ഗ്യാസ് കാനിസ്റ്ററുകളാണ്. അതായത് വാതകങ്ങൾ ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ചെറിയ സിലിണ്ടറുകളാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ സ്മോക്ക് ബോംബ് എന്നൊക്കെ പറയും. ഇത് സാധാരണ
സാധാരണ സൈന്യവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കട്ടിയുള്ള പുക പുറത്തു വരുമ്പോഴേക്കും അടുത്ത് നിൽക്കുന്നവരുടെയൊക്കെ കാഴ്ച മങ്ങും. പക്ഷേ ഇതിന്റെ നിറമുള്ള പുക പുറത്തു വരുന്ന, അതായത് നിറമുള്ള വാതകം പുറത്തു വരുന്ന കാനിസ്റ്ററുകൾ സാധാരണ ഫോട്ടോഷൂട്ടിനും മറ്റുമൊക്കെ സാധാരണക്കാർക്കൊക്കെ ലഭ്യമാണ്. അതുപോലുള്ള കാനിസ്റ്ററാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചത്. ഈ അതിക്രമത്തിൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല എന്ന് കരുതി കാര്യങ്ങളെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. ഈ ഗ്യാസ് കാനിസ്റ്ററിന് പകരം ഇവർ ബോംബോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ അപകടകരമായ എന്തെങ്കിലും വസ്തുക്കളാണ് ഇവർ കൊണ്ടുവന്നതെങ്കിലോ, അല്ലെങ്കിൽ ഇവർക്ക് പകരം മറ്റേതെങ്കിലും വലിയ ഭീകരവാദികളോ തീവ്രവാദികളോ ആണ് അകത്തേക്ക് പ്രവേശിച്ചതെങ്കിലോ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി?